ഉച്ചയ്ക്ക് ഊണിനുള്ള മീനാണ് വരുന്നത്. പോയി ഒരു ഉടുപ്പിടടാന്ന് പറഞ്ഞതിന് രണ്ടുപേരും പോയി ഓരോ ബനിയനും ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. ചോറ് കുക്കറിൽ വെച്ചിട്ട് നേരെ പോയി മീൻ വെട്ടാനായിട്ടിരുന്നു. ചുവന്ന മീനും കാരയും നെത്തോലിയും ഒക്കെ ആയിരുന്നു കിട്ടിയിരുന്നത്. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് തേങ്ങ വേണമായിരുന്നു. അതിനുള്ള തേങ്ങയാണ് അലൻ ഉടച്ചു തരുന്നത്. മീനിന്റെ കണ്ണിൽ തൊടാനായിട്ട് അവനൊരു മോഹം. അതിനാണ് ആ വന്നിരിക്കുന്നത്. കാണുമ്പോൾ ക്യൂട്ടായിട്ടൊക്കെ തോന്നും. ഈയിടെയായിട്ട് ഫിഷ് ടാങ്കിന്റെ അടുത്ത് പോയി നിന്ന് മീനെ ഭീഷണിപ്പെടുത്തുന്നത് കേൾക്കാം. പിന്നെ ഞാൻ മുളകിട്ട് പൊരിച്ചു തിന്നുവിടാന്നും പറഞ്ഞിട്ട് മീൻ പൊരിച്ചു തരണമെന്നും പറഞ്ഞ് നേരെ പോയി TV കാണാനായിട്ട് ഇരുന്നിട്ടുണ്ട്. നെത്തോലി ഞാൻ ഇന്ന് എടുക്കുന്നില്ല, അങ്ങനെ അങ്ങ് ഫ്രിഡ്ജിലാക്കി. ചുവന്ന മീൻ എല്ലാം അങ്ങ് മസാല തേച്ചിട്ട് പിന്നീട് പൊരിക്കാനായിട്ട് 2 എണ്ണം ചില്ലറിലേക്ക് വെച്ചു. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ടുള്ള മാങ്ങയും തേങ്ങയൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നപ്പോഴേ എന്റെ തേങ്ങ തിരിയുന്ന മെഷീനിങ് എത്തി. മീൻകറി ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ചെറിയുള്ളി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഓൾറെഡി ഫ്രിഡ്ജിലുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഉലുവയും പൊട്ടിച്ച് കറിവേപ്പിലയും ചെറിയുള്ളി ചതച്ചത് ഇട്ട് വഴറ്റി 3 പച്ചമുളകും ആഡ് ചെയ്ത് കൊടുത്തു. ഒന്ന് മൂത്ത് വന്നപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. ആ പച്ച മണം ഒന്ന് മാറി വരുമ്പോൾ പൊടികളായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്തിരി കുരുമുളക് പൊടി, അല്പം മല്ലിപ്പൊടി, ലേശം മുളക് പൊടിയും നിറത്തിനായിട്ട് കുറച്ചധികം കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പൊടികളൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിയുടെ അല്പം മാത്രം വെള്ളം ഒഴിച്ച് ഒരു കുറുക്ക് പരുവത്തിൽ ഉപ്പിട്ട് തിളപ്പിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്താൽ മുളക് കറി നീണ്ടു പോവാതെ നല്ല കുറുകി കിട്ടും. കുക്കർ ഒരു വിസിൽ വന്നപ്പോഴേക്ക് എടുത്ത് മാറ്റി മീനങ്ങ് വറുക്കാനിട്ടു. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ആ ഒരു പഴുത്ത മാങ്ങ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു നുറുക്കി കുറച്ച് ശർക്കരയും കൂടെ ചീകിയിട്ട് ഉപ്പും വെള്ളവും ഒഴിച്ച് വേഗം വെച്ചിട്ടുണ്ട്. അരപ്പ് തിളയ്ക്കുമ്പോൾ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് തിളയ്ക്കുന്ന നേരം കൊണ്ട് പുളിശ്ശേരിക്കായിട്ട് തേങ്ങയും തൈരും 2 ചുവന്നുള്ളിയും കാന്താരി മുളകും അല്പം മഞ്ഞപ്പൊടി ചേർത്ത് അരച്ചെടുക്കാം. പൊടിമീൻ കറി വെക്കുമ്പോൾ ചാറ് നല്ല രീതിയിൽ തിളച്ച് വറ്റിച്ചിട്ട് വേണം അതിലേക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാൻ. മീൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു തിളയിൽ ഓഫ് ചെയ്യുകയും വേണം, അല്ലെങ്കിൽ മാംസം പൊടിഞ്ഞു പോകും. മാമ്പഴവും ശർക്കരയൊക്കെ വെന്ത് കുഴഞ്ഞു വരുമ്പോൾ അതിലേക്ക് അരപ്പ് ചേർത്ത് ജാറ് കഴുകിയ വെള്ളം കൂടി ഇട്ട് കൊടുക്കാം. മീൻ മുരിഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അവിടുന്ന് ഇവിടുന്നും ഒക്കെ വിശപ്പായി എന്നുള്ള വിളികൾ കേൾക്കാം. വിളമ്പാൻ പാകത്തിനെല്ലാം ഇപ്പുറത്തേക്ക് മാറ്റിയിട്ട് മാമ്പഴ പുളിശ്ശേരി താളിക്കാനായിട്ട് അല്പം നെയ്യിൽ ഇത്തിരി കടുകും കറിവേപ്പിലയും ചുവന്നുള്ളിയും കൂടെ അരിഞ്ഞു ചേർത്തു. മേലെ ഇത്തിരി കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് അതങ്ങ് താളിച്ചെടുത്തു. അലന് ജോലിക്ക് കയറാനുള്ള സമയം ആയതുകൊണ്ടും വിശപ്പിന്റെ വിളി വന്നതുകൊണ്ടും തനിയെ അങ്ങ് ചോറിട്ടെടുത്തു. പിള്ളേർക്ക് ഞാൻ മുളക് കറി എടുക്കുന്നില്ല, മാമ്പഴ പുളിശ്ശേരിയും മീൻ വറുത്തതും മാത്രമേ എടുക്കുന്നുള്ളൂ. ചോറ് കൊടുക്കുന്നത് കുക്കൂനും നെലൂനും അല്ല, കുക്കൂനും കണ്ടംപൂച്ചയ്ക്കുമാണ്. കണ്ടംപൂച്ച ചോറ് കഴിക്കണമെങ്കിൽ ഞാനും കുക്കുവും കണ്ണുപൂട്ടിയിരിക്കണം. കുക്കൂന് പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഞാൻ വെറുത്ത 2 കാര്യങ്ങളാണ് ചുവന്ന മീനും ചുവന്ന പഴവും. ചുവന്ന മീൻ കഴിക്കുമ്പോൾ എനിക്ക് ക്ലോറിന്റെ മണം പോലെയും ചുവന്ന പഴം കഴിക്കുമ്പോൾ നെയിൽ പോളിഷിന്റെ മണം പോലെയും തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 3 മീൻ വറുത്തത്. അത് ത്യാഗമല്ല, എന്റെ പേഴ്സണൽ ചോയ്സ് ആണ്. കിടന്ന പാടെ കുക്കു അങ്ങ് ഉറങ്ങും. ഇവൻ പിന്നെ ഇനി എന്നെ ഉറക്കിയിട്ടേ ഉറങ്ങത്തുള്ളൂ. നാളെ കാണാം.